കുഞ്ഞു കുട്ടികളെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ പ്രായഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ഉത്സവമുണ്ട് തമിഴ്നാട്ടിലെ മധുരയിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മീനാക്ഷി കല്യാണം. എല്ലാ വർഷവും ഇവർ ഇത് ആഘോഷിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് കിടക്കാം. തമിഴ്നാട്ടിലെ മധുരയിൽ വൈഗാ നദിക്ക് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം അഥവാ മധുര മീനാക്ഷി ക്ഷേത്രം. പരാശക്തിയായ പാർവതീദേവിയെ മീനാക്ഷിയായും തൻപതി പരമാത്മാവായ ഭഗവാൻ ശിവശങ്കരനെ സുന്ദരേശനായും ഇവിടെ ആരാധിച്ചു വരുന്നു. പുത്രകാമേഷ്ടിയാഗത്തിൻ്റെ ഫലമായി രണ്ടാം പാണ്ഡ്യരാജാവായ മലയധ്വജന്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും മകളായി മീനാക്ഷി അവതരിച്ചു എന്നാണ് വിശ്വാസം. യാഗാഗ്നിയിൽ നിന്നും സംജാതയായ ദേവിക്ക് 3 സ്തനങ്ങളുണ്ടായിരുന്നു. ഭാവി വരനെ ദേവി ദർശിക്കുന്ന നിമിഷം 3-ാം സ്തനം അപ്രത്യക്ഷമാകുമെന്ന അശരീരി ജനന സമയത്ത് കേൾക്കുകയുണ്ടായി. പുത്രീ ഭാഗ്യത്താൽ സന്തുഷ്ടനായ രാജാവ് തൻ്റെ മകളെ തടാതകി എന്ന് വിളിച്ചു. തടാതകിക്ക് 64 ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യം സിദ്ധിച്ചു. എല്ലാ കലകളിലും യുദ്ധത്തിലും അവൾ ഒന്നാമതായിരുന്നു. യുദ്ധം ചെയ്ത് മറ്റുള്ള രാജ്യങ്ങൾ പിടിച്ചടക്കാനും അവൾ ബുദ്ധിമതിയായിരുന്നു. അങ്ങനെ വിവാഹപ്രായമായപ്പോൾ കൈലാസത്തിൽ വെച്ച് തടാതകി ശിവനെ കാണാനിടവന്നു. തന്നിമിഷം ദേവിയുടെ 3-ാം സ്തനം അപ്രത്യക്ഷമായി. താൻ ശിവന്റെ പത്നിയാകേണ്ടവളാണെന്നും ദേവി പാർവതിയുടെ അവതാരമായ മീനാക്ഷിയാണെന്നും തടാതകി തിരിച്ചറിഞ്ഞു. ശിവന്റെ കൂടെ മധുരയിൽ തിരിച്ചെത്തിയ മീനാക്ഷിയുടെ പട്ടാഭിഷേകവും തുടർന്ന് മീനാക്ഷി സുന്ദരേശ്വര വിവാഹവും രാജാവ് നിശ്ചയിച്ചു. ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മീനാക്ഷി സുന്ദരേശ്വര വിവാഹം. സർവചരാചരങ്ങളും ഋഷീന്ദ്രന്മാരും ദേവതകളും മധുരയിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്തു. ഇവരുടെ വിവാഹം എല്ലാ വർഷവും തിരുക്കല്യാണം അഥവാ ചൈത്ര മഹോത്സവം അല്ലെങ്കിൽ ചിത്തിരൈ തിരുവിഴ എന്ന പേരിൽ ആഘോഷിക്കുന്നു. മീനാക്ഷി തിരുക്കല്യാണത്തെക്കുറിച്ചും മീനാക്ഷി അമ്പലത്തിനെക്കുറിച്ചും പറഞ്ഞാൽ അളകറെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. അളകർ എന്നാൽ മീനാക്ഷിയുടെ സഹോദരനാണ്. തിരുക്കല്യാണത്തിൽ എല്ലാ ദേവീദേവന്മാരും സർവചരാചരങ്ങളും പങ്കെടുത്തെങ്കിലും അളകർക്ക് മാത്രം വരാനായില്ല. കാടിന് നടുവിൽ നിന്ന് വൈഗാ നദി കടന്നു വേണം അളകർക്ക് മീനാക്ഷി കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട്. പക്ഷേ വൈഗാ നദിയിൽ ഇറങ്ങുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞു എന്ന വാർത്ത അളകരുടെ ചെവിയിലെത്തി. ഒരുപാട് സമ്മാനങ്ങളുമായിട്ടായിരുന്നു തൻ്റെ സഹോദരിയെ കാണാൻ അളകർ വന്നിട്ടുണ്ടായിരുന്നത്. പിണങ്ങി തിരിച്ചു പോകാൻ ശ്രമിച്ചെങ്കിലും എല്ലാവരുടെയും വാക്കിന്റെ ഫലമായി അദ്ദേഹം അവിടെയുണ്ടായിരുന്ന ആറ്റിലിറങ്ങി കുളിച്ചു. അതിൻ്റെ പ്രതീകമായി ഇപ്പോഴും ഇവർ അളകർ ആറ്റിലിറങ്ങി കുളിക്കുന്നതിനായി കുതിരപ്പുറത്ത് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അളകർ സഹോദരിയെ കണ്ട് സമ്മാനങ്ങൾ കൊടുക്കുകയുണ്ടായി. അങ്ങനെ തിരുക്കല്യാണം പൂർത്തിയായി. കുതിരപ്പുറത്ത് നാടു ചുറ്റി ആറ്റിലിറങ്ങാൻ പോകുന്ന അളകരെ ഇന്നും നമുക്കിവിടെ കാണാം. വർഷത്തെ പഴക്കമുള്ള മധുര മീനാക്ഷി ക്ഷേത്രം ലോകത്തിലെ തന്നെ വിസ്മയങ്ങളിൽ ഒന്നാണ്. 15 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം അതിൻ്റെ 12 ഗോപുരങ്ങളാലും 4500ഓളം തൂണുകളാലും ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ പോലും ഒന്ന് തൊഴുതുപോകും. മധുര നഗരത്തിൻ്റെ മധ്യത്തിലായാണ് മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണിത്. ദ്രാവിഡ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായ മധുരയിലെ ക്ഷേത്ര ഗോപുരങ്ങൾ കൂടാതെ 4 ദിക്കിനെയും ദർശിക്കുന്ന 4 കവാടങ്ങളോടുകൂടിയ തമിഴ്നാട്ടിലെ
വളരെ കുറച്ച് ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ക്ഷേത്ര സമുച്ചയത്തിലാകെ 10 ഗോപുരങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പ്രശസ്തവും ഉയരമുള്ളതും തെക്കേ ഗോപുരത്തിനാണ്. 170 അടിയാണത്. 1559 ഈ ഗോപുരം പണിതീർത്തത്. ക്ഷേത്ര ഗോപുരത്തിൽ ഏറ്റവും പഴക്കമേറിയത് കിഴക്കേ ഗോപുരമാണ്. 1216 1238 കാലയളവിൽ മഹാവർമ്മൻ സുന്ദരപാണ്ഡ്യനാണ് ഇത് പണിതീർത്തത്. ഓരോ ഗോപുരവും വിവിധ നിലകളുള്ള നിർമ്മിതികളാണ്. കല്ലിൽ തീർത്ത അനവധി വിഗ്രഹങ്ങൾ കൊണ്ട് ഓരോ നിലയും അലങ്കരിച്ചിരിക്കുന്നു.